കടുത്തുരുത്തി സെന്റ് മേരീസ് താഴത്തുപള്ളിയിൽ തിരുക്കുടുംബത്തിന്റെ ദർശന തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ജനുവരി 20-21 തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം നടക്കുന്നത്. തീർത്ഥാടന കേന്ദ്രമായ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിൽ തിരുക്കുടുംബത്തിന്റെ ദർശന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തിരുനാളാഘോഷങ്ങളുടെ കൊടിയേറ്റ് കർമ്മം പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ നിർവഹിച്ചു. പ്രധാന തിരുനാൾ ജനുവരി 20-21 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. പ്രദക്ഷിണത്തോടനുബന്ധിച്ച് ടൗണിലെ കുരിശുപള്ളിയിൽ തിരുനാൾ സന്ദേശം ഉണ്ടായിരിക്കുമെന്ന പ്രത്യേകതയും ഇത്തവണത്തെ തിരുനാളിനുണ്ട്. ടൗൺ കുരിശുപള്ളിയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു ക്രമീകരണത്തിന് തുടക്കം കുറിക്കുന്നത്. തിരുനാൾ ആഘോഷങ്ങൾ ഭംഗിയായി നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ പറഞ്ഞു. തിരുക്കുടുംബത്തിൻ്റെ ദർശന തിരുനാളാണ് ഇവിടെ പരമ്പരാഗതമായി ആഘോഷിച്ചു വരുന്നത്. പള്ളിയും പരിസരവും പട്ടണവും അതിനുവേണ്ടി ഒരുങ്ങി അതിൻ്റെ സാമൂഹിക മാനത്തേക്കാൾ പ്രധാനപ്പെട്ടത് വ്യക്തിതലത്തിലുള്ള ഒരുക്കമാണ്. ആളുകളുടെ മനസ്സും ഹൃദയവും ഒരുങ്ങുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിലും കടുത്തുരുത്തി ഇടവകാംഗങ്ങൾ ഒരുങ്ങി തിരുനാളിന് സന്നദ്ധമായിരിക്കുകയാണ്. ഒരു തിരുനാൾ ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം ആഘോഷമല്ല, അതൊരു നാടിൻ്റെ ഉത്സവം പോലെയാണ്. ജനുവരി 19 വൈകിട്ട് 6:30 ജപമാല പ്രദർശനം, 20 വൈകിട്ട് 4:45 തിരുനാൾ റാസ, 6:30 പട്ടണ പ്രദർശനം, 8:30 കപ്ലോൻ വാഴ്ച, ജനുവരി 21 വൈകുന്നേരം 4:30 തിരുനാൾ കുർബാന, 6:40 തിരുനാൾ പ്രദർശനം, 8:30 സ്ലീവ വന്ദനം എന്നിവ നടക്കും. തിരുനാളിനോടനുബന്ധിച്ച് വിവിധ സംഗമങ്ങളും നടക്കും. 17-18 തീയതികൾ രാവിലെ 6-നും വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന നടക്കും. ജനുവരി 20 രാവിലെ വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കും. ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ, സഹവികാരിമാരായ ഫാദർ മാത്യു അമ്പഴത്തുങ്കൽ, ഫാദർ ബിനോയി കിഴക്കേപ്പറമ്പിൽ, കൈക്കാരന്മാരായ ഗർവാസീസ് നാട്ടുവഴിപ്പറമ്പിൽ, ജോയി കളപ്പറമ്പത്ത്, ജോയി കൊല്ലിക്കുന്നിൽ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന ചർച്ച് താഴത്തുപള്ളിയിലെ ദർശന തിരുനാൾ ഇപ്രാവശ്യം ജനുവരി 14 മുതൽ 21 വരെ കൊണ്ടാടുകയാണ്. 14-ാം തീയതി തിരുനാൾ കൊടിയേറി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മാത്യു ചന്ദ്രൻകുന്നേലച്ഛൻ കൊടിയേറ്റിയോടുകൂടി തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. അതിന് വിപരീതമായി ഇപ്രാവശ്യം ദിവ്യബലിക്ക് മുൻപാണ് കൊടിയേറ്റിയത്. തുടർന്ന് ഓരോ ദിവസങ്ങളിലും ഓരോ ഭക്തസംഘടനകൾക്കും അതുപോലെ വ്യാപാരി വ്യവസായികൾ അങ്ങനെയുള്ള ഓരോ ദിവസത്തെ കുർബാനയും ഇതെല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുനാൾ കർമ്മങ്ങളെക്കുറിച്ച് പള്ളി ഭാരവാഹികളായ ജോയിച്ചൻ കൊല്ലിക്കുന്നിൽ, ജോയി ജോൺ കളപ്പറമ്പത്ത് എന്നിവർ കടുത്തുരുത്തി പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു.